Hello guys, welcome to my channel, Mr. Chef. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീഫിന്റെ ബോൺ മാരോ സൂപ്പാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഇതിന് ആവശ്യമായുള്ള മിസംപ്ലൈസ് റെഡിയാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഫൈൻ ചോപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും അതുമാതിരി തന്നെ നമുക്ക് ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് ഷാലറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുള്ളി, കുറച്ച് മല്ലിയില നമ്മൾ ഇതുമാതിരി തന്നെ ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ബീഫിന്റെ ബോണാണ് ഈ കാണുന്ന മജ്ജയുള്ള അല്ലാന്നുണ്ടെങ്കിൽ ബോൺമാരോ ഉള്ള ബീഫിന്റെ ബോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പ്രഷർ കുക്കറാണ്. ബീഫിന്റെ ബോൺ നമുക്ക് ഇതിലേക്ക് ഇടാം. 2 കിലോ ബീഫിന്റെ ബോണാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. പൊടിക്കാത്ത മല്ലി ഒരു 10 ഗ്രാം ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് 15 ഗ്രാം റെഡ് ചില്ലി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വത്തലമുളക്, റഫ്ലി ചോപ്പ് ചെയ്ത ഷാലറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുള്ളി 100 ഗ്രാം, കുരുമുളക് 10 ഗ്രാം, ജിഞ്ചർ 60 ഗ്രാം, ഗാർലിക് 60 ഗ്രാം, കറി ലീവ്സ് നമ്മളൊരു 10 ഗ്രാം ഇതിലേക്ക് ഇടുന്നുണ്ട്, മല്ലിയില ഒരു 5 ഗ്രാം. അടുത്തതായിട്ട് നമ്മളൊരു 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ എല്ലാ ഐറ്റംസും നമ്മൾ കുക്കറിലിട്ട് നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ കുക്കറിൻ്റെ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 9 to 10 വിസിൽ അടിക്കേണ്ടി വരും. നേരത്തെ നമ്മളൊരു വീഡിയോ പറഞ്ഞ മാതിരി നമ്മളുടെ കുക്കറിൻ്റെ ബ്രാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിംസിൻ്റെ സ്ട്രെങ്ത് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ വിസിലുകളുടെ എണ്ണം വേരിയേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോൺ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ സൈഡിലുള്ള കാർട്രിഡ്ജുകളെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഈ ബോണിൽ നിന്ന് വിട്ടു വരുന്നൊരു സിറ്റുവേഷൻ, അതായത് മാക്സിമം നമ്മൾ ബോൺ കുക്ക് ചെയ്ത് ഇതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ആ വെള്ളത്തിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നോളം വരെ നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പം ഞാൻ ഇന്ന് 10 വിസിൽ അടിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുക്കറിൽ ചിലപ്പോൾ 15 or 20 അടിക്കേണ്ടി വരും. എനിവേ ഞാൻ ബേസിക് ആയ ഒരു ഐഡിയ ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ അത് തീരുമാനിക്കുക. ഗൈസ്, നമ്മളുടെ ബീഫിന്റെ ബോൺ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതിൽ നമ്മളുടെ മീറ്റ് എല്ലാം നല്ല രീതിയിൽ വെന്ത് ബോണിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ബോണിൽ കാണുന്ന ഈ മീറ്റ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് എടുത്തു വെക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് മജ്ജ അല്ലാന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ബോൺ മാരോ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പാട് ചെയ്യേണ്ടത് ഇതെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ കട്ടിംഗ് ബോർഡിലേക്ക് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരി മജ്ജ അല്ലാന്നുണ്ടെങ്കിൽ ബോൺ മാരോ നന്നായിട്ട് പുറത്തു വരും. ഈ സൂപ്പ് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേട് കൂടാണ്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം എടുത്ത് ചൂടാക്കാണ്ട് നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്കത് കേട് കൂടാണ്ട് വെച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കഴിച്ച് നമുക്ക് കാണാതെ വരെ നമ്മളുടെ ബീഫിൻ്റെ എല്ലാ മീറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കാരണം നമ്മളുടെ സൂപ്പിൽ ഇടാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മളുടെ ബീഫിൻ്റെ ബോൺ കാർട്രിഡ്ജ് പിന്നെ നമ്മളുടെ മജ്ജ ബോൺമാര എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത സൂപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുമാതിരി ഇതുമാതിരത്തെ കുക്കിംഗ് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ എന്നെ എഴുതി അറിയിക്കുക. സോ until I see you with a different video, bye bye.